ദിവസവും അനുഗ്രഹിച്ച് ഇന്നതാ സമ്പൂർണമായിട്ട് സർവസിദ്ധികളെയും പ്രദാനം ചെയ്യുന്ന സിദ്ധിദാത്രീ ഭാവത്തിന് ഇവിടെ എഴുന്നള്ളി പ്രസന്നവദനിയായിട്ട് അവരുടെ ആരതി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. ഈ അവസരത്തില് എത്തിച്ചേരാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ധാരാളം ഭക്തജനങ്ങളുണ്ട്. ഇതിന്റെ പലപ്പോഴായി ഇതിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ രൂപത്തില് ഇന്നിവിടെ അവസാനിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ മഹാനവ അഷ്ടമിയുടെ പകലുള്ള അഷ്ടമിയും കുറച്ച് മഹാനവം തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് നാളെ കൂടി മഹാനവം നീണ്ടു നിൽക്കും എന്നുള്ളത് കൊണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ഇത്തവണ ദേവീഭാവത്തെ അധികം ആരാധിക്കാനായി എന്നുള്ള അസുലഭ അവസരവും കൂടി ഈ തവണ നമുക്ക് അനുവദിക്കും. നാളെ നമുക്ക് വൈകുന്നേരം ഇതേ അവസരത്തില് അകത്ത് സരസ്വതി മണ്ഡപത്തില് വിജ്ഞാന സ്വരൂപിണിയായിട്ട് വിളങ്ങുന്ന ആദിപരാശക്തി നമ്മളെ അനുഗ്രഹിക്കുന്നത് വൈകുന്നേരം 5:30 മുതലുള്ള സമയത്ത് വിശേഷ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് അകത്തുള്ള തയ്യാറാക്കിയിട്ടുള്ള ഗ്രന്ഥപൂജ നടക്കുന്നിടത്ത് ദേവി ജ്ഞാനസ്വരൂപിണിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആയുധപൂജയ്ക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ. ഇതെല്ലാവർക്കും അറിയാം. അങ്ങനെയുണ്ടെങ്കിൽ അത്തരക്കാര് അവരവരുടെ ആയുധം കൊണ്ട് പൂജിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. മറ്റന്നാള് വിജയദശമി ദിവസം കാലത്ത് 8 മണി മുതൽ 9:20 വരെയുള്ള സമയത്ത് ആ ഗ്രന്ഥം ദേവിയെ നമുക്ക് പൂജിച്ച് അക്ഷരസ്വരൂപിയായിട്ടുള്ള ദേവിയെ ആരാധിച്ച് പൂജിച്ച് അനുഗ്രഹത്തോടുകൂടി നമുക്ക് അക്ഷരാഭ്യാസം ഓരോരുത്തരും ഇവിടെ വന്ന് ഈ സങ്കേതത്തിൽ വെച്ച് ആരംഭിക്കാവുന്ന സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കുന്നതിന് ഈ 9 ദിവസങ്ങൾ നമുക്ക് പുണ്യപ്രദങ്ങളായിട്ട് തോന്നും. ഈ അവസരത്തിൽ യജ്ഞം സമർപ്പിക്കുന്ന സമയത്ത് നിരവധി ആൾക്കാര് അവരുടെ ഏത് നക്ഷത്രവും സമർപ്പണ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് യജ്ഞ സമർപ്പണത്തിന് ശേഷം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ നവാക്ഷരി മന്ത്രജപത്താൽ പവിത്രമാക്കപ്പെട്ട ആ സംവാദം എന്ന് പറയുന്ന പാതുരക്ഷണയെന്ന് പറയും. നമുക്ക് ഉപാസകന്മാരെ പോലെ എല്ലാവർക്കും എല്ലാ ദിവസവും നവാക്ഷരി മന്ത്രങ്ങൾ ഒരുപാട് സാധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പുണ്യമായിട്ടുള്ള ദേഹശുദ്ധിയും മനഃശുദ്ധിയോടുകൂടി ആ സംവാദം സേവിക്കുന്നവർക്ക് തത്തുല്യമായ ഫലം കൈതരും എന്നാണ് അനുഭവം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ബുദ്ധി വികസിക്കുന്നതിനും മറ്റുള്ള കർമ്മരംഗത്ത് സജീവമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നവർക്ക് അവർക്ക് കർമ്മബുദ്ധി ഉണ്ടാകുന്നതിനും ഗർഭിണികൾക്കടക്കം ഗർഭരക്ഷ ഉണ്ടാകുന്നതിനും ഒക്കെ സഹായകമായിട്ടുള്ള ആ നവാക്ഷരി മന്ത്രജപ സിദ്ധി കൊണ്ടിട്ടുള്ള നെയ്യ് നമുക്ക് ഈ അവസരത്തിൽ യജ്ഞാവസാനം നൽകുന്നതാണ്. ഒപ്പം തന്നെ സൂചിപ്പിച്ചു, പ്രപഞ്ചം മുഴുവൻ ദേവി ത്രിഗുണാത്മികയായിട്ട് എല്ലാ വസ്തുക്കളിലും സത്വരജ തമോ ഗുണങ്ങളോടുകൂടി വർത്തിക്കുന്നു. ആ സൂത്രരൂപത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അനേക കോടി ബ്രഹ്മാണ്ഡലേഖി എന്ന് പറയാറുണ്ട്. ആ കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളെ ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ട് ഓരോ വസ്തുവിലും ദേവി കുടികൊള്ളുന്നു. അങ്ങനെ സൂത്രരൂപത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് അതിന്റെ പ്രതീകമായിട്ടുള്ള ചരട് സൂത്രം ഇവിടെ പീഠത്തിൽ വെച്ച് ദേവിയെ നവരാത്രി കാലങ്ങളിൽ ഓരോ ദിവസവും ആരാധിച്ചിരുന്നു. അത് നമുക്ക് പ്രസാദ രൂപത്തിൽ രക്ഷാരൂപത്തിൽ ധരിക്കുന്നതിനും അത് പറ്റാത്തവർക്ക് പൂജാമുറിയിൽ വെക്കുന്നതിനും അത് കർമ്മപുഷ്ടിക്ക് ഏറ്റവും ദേവി നമ്മളോടൊപ്പം ഇരുന്ന് നമ്മുടെ കർമ്മത്തിന് ശരിയായ കർമ്മത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഒരു ഊർജമെടുക്കുന്നതിന് ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ഈ പ്രസാദ രൂപത്തിൽ നമ്മളോടൊപ്പം വീണ്ടും ഉണ്ടാവും. അത് പരിശുദ്ധമായിട്ട് ഉപയോഗിക്കുക. ഒപ്പം തന്നെ എല്ലാ യജ്ഞത്തിന്റെയും ഫലം യജ്ഞാർപ്പണം ചെയ്യുമ്പോൾ അതിന്റെ യജമാനും കൂടിയാണ്. ഇതൊരു വലിയ മഹായജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. 9 ദിവസം
ആ യജ്ഞത്തിന് യാതൊരു മുടക്കം കൂടാതെ ഇത്രയും ദിവസം ഇവിടെ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ എല്ലാം കൂടി പുണ്യം ദേവി നമ്മളോട് അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. അതിന് നിമിത്തമായി തരുന്ന സാധനം കുടുംബത്തിലും ഐശ്വര്യമുണ്ടാവട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മഹാജനങ്ങൾക്കും ദേവി സിദ്ധിദാത്രി രൂപത്തിൽ അനുഗ്രഹം ചെയ്യട്ടെ എന്ന ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ യജ്ഞം ആരതിയോടുകൂടി സമർപ്പിക്കുകയാണ്. ഭക്തിപൂർവ്വം നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ആരതി